മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരിയും സുപരിചിതയുമായ ഒരു താരമാണ് നടി ശ്രീവിദ്യ മുല്ലശ്ശേരി. ശ്രീവിദ്യയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിലിപ്പോൾ ഏറ്റവും പ്രധാനമായി മാറുന്നത് ശ്രീവിദ്യ തൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് പറഞ്ഞ ഒരു വീഡിയോ ആണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്നെ സംബന്ധിച്ച് വളരെ നല്ല കാര്യങ്ങൾ മാത്രമാണ് നടക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷമുണ്ടാവുക നമ്മൾ സ്വന്തമായി അധ്വാനിച്ച് ഒരു വീട് വാങ്ങുമ്പോഴായിരിക്കും. അങ്ങനെ വാങ്ങിയ ദിവസങ്ങളാണ് എനിക്ക് കടന്നുപോയത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയണം, ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷവതിയാണ് ഈ ദിവസങ്ങളിലെന്ന്. എന്നാൽ എനിക്കത് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ പറ്റുന്നില്ല, എനിക്കൊന്ന് ചിരിക്കാൻ പറ്റുന്നില്ല, എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുള്ളതുപോലെ. പക്ഷേ എൻ്റെ ജീവിതം വളരെയധികം സന്തോഷത്തിലാണ്. എനിക്ക് അങ്ങേയറ്റം അതിനെ കാണാൻ സാധിക്കുന്നില്ല എന്ന് ശ്രീവിദ്യ പറയുന്നു. അതുപോലെ തന്നെ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഞാൻ കുറച്ച് ഓക്കെ അല്ല, ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല, ലൈറ്റ് ശരിയല്ല, അതുപോലെ നോക്കൂ എൻ്റെ മുഖത്ത് മാർക്കുകളുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത് കൊണ്ട് തന്നെ എന്താണ് ശ്രീവിദ്യ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം എല്ലാവരും സൂക്ഷിച്ചു കേട്ടു. അതിനുശേഷമാണ് കാര്യങ്ങൾ ഓരോന്നോരോന്നും പറയാൻ ശ്രമിച്ചത്. അക്കൂട്ടത്തിൽ തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യുന്നത്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് അറിയുന്നതും. ഇപ്പോൾ എന്താണ് പ്രശ്നമെന്ന് പലരും പറയുന്നിടയ്ക്ക് നടി അശ്വതി കൂടി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. നമ്മൾ വളരെ കാലം വർക്കിംഗ് മോഡലിലായിരിക്കുമ്പോൾ ചിലപ്പോൾ ഇത് സംഭവിക്കുന്നുണ്ട്. നിരന്തരം മുന്നോട്ട് പോകുമ്പോഴും നേടുമ്പോഴും മുന്നോട്ട് പോകും, ഉയർന്ന നേട്ടങ്ങൾ കൈവരിക്കും പല ആളുകൾക്കും ഇത് സംഭവിക്കാറുണ്ട്. പ്രകടനത്തിൽ നിന്ന് അനുഭവത്തിലേക്ക് മാറാൻ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഇടം ആവശ്യമാണ്. നിങ്ങളുടെ നാഡീവ്യവസ്ഥയ്ക്ക് അല്പം വേഗത കുറയ്ക്കേണ്ടതുണ്ട്. നിങ്ങളുടെ വേഗത കുറയ്ക്കുക. ദൈനംദിന ജീവിതത്തിലെ ചെറിയ നിമിഷങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. കുറ്റബോധമില്ലാതെ വിശ്രമിക്കാൻ അനുവദിക്കുക. ഈ സ്ഥലത്ത് തെറാപ്പി ശരിക്കും സഹായകരമാകും. നിങ്ങളത് ഒറ്റയ്ക്ക് ചെയ്യേണ്ടതില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നിരവധി പേർ ആശ്വാസവാക്കുകളുമായി തന്നെ ശ്രീവിദ്യയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അതല്ലാതെ തന്നെ നിരവധി പേർ ഇക്കാര്യത്തിൽ താരത്തിനോടൊപ്പം നിൽക്കുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണോ എന്നെനിക്കറിയില്ല, ഞാനത് ഒറ്റയ്ക്ക് അനുഭവിക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചാലും എനിക്കറിയില്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരണം എന്ന് ആർക്കെങ്കിലും പറഞ്ഞു തരാമോ? എനിക്ക് ആ സന്തോഷം ജീവിതത്തിൽ അറിയണമെന്നുണ്ട്. മാനസികാവസ്ഥ ശരിയല്ല എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം എൻ്റെ മാനസികാവസ്ഥ എങ്ങനെ ഇത്രയും മോശമായി എന്ന് നിങ്ങൾക്ക് തോന്നാം. എനിക്കിപ്പോൾ എന്താണ് കുറവെന്ന് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ ഒരു കുറവും എന്നെ സംബന്ധിച്ചിപ്പോഴില്ല. ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. സ്വന്തമായി വീട്, നല്ല ജീവിതം, അങ്ങനെ തന്നെ ഞാൻ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. എൻ്റെ വീട്ടിനുള്ളിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് എനിക്ക് എന്താണ്, എവിടെ നിന്നാണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അത് പറഞ്ഞേ മതിയാകൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചതെന്ന് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് ചോദിക്കണമെന്ന് എനിക്കുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് നന്നായി പറയാൻ സാധിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി നന്നായി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കുമായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് വളരെ നന്നായി മനോഹരമായി തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നതെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.